ആണ് ബൈജു. നമുക്കറിയാം ആ പ്രദേശം ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ളൊരു പ്രദേശം കൂടിയാണ്. അവിടെ 87 വോട്ടുകൾ, കുറഞ്ഞ വോട്ടുകൾക്ക് കെ സുരേന്ദ്രൻ തോറ്റ മണ്ഡലമൊക്കെ കാസർകോട്ടെ പ്രധാനപ്പെട്ട മഞ്ചേശ്വരം എന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണയും സുരേന്ദ്രൻ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതെന്ന് ഓർക്കണം. ബി ജെ പിയെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്ന വിഷയത്തെ എങ്ങനെ മറികടക്കാനാണ് അവർ ശ്രമിക്കുന്നത്? അത് മറ്റ് കക്ഷികൾ സമരരംഗത്തുള്ളപ്പോൾ, അവർക്കൊപ്പം ജനങ്ങളുള്ളപ്പോൾ ബി ജെ പി വല്ലാത്ത തരത്തിൽ എന്തായാലും അതിനെ നേരിടേണ്ടി വരുമല്ലോ. തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് വരേണ്ടത്. മാത്രമല്ല, കെ സുരേന്ദ്രൻ ഇന്നു മുതൽ ജില്ലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് സുരേന്ദ്രൻ കാസർഗോഡ് ജില്ലയിൽ എത്തുന്ന ദിവസം കൂടിയാണ്. ഏതായാലും ഈ സമരത്തിൽ ബി ജെ പി ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും UDF-ഉം LDF-ഉം ഉൾപ്പെടെയുള്ള ഒരു സമരമാണ്. അതിലാണിപ്പോൾ ബി ജെ പി അവരുടെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓർക്കണം, ഇന്നലെ നമ്മൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വളരെ പ്രധാനപ്പെട്ട ടോൾ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം, അദ്ദേഹത്തിന്റെ നിലപാടുകൾ പുറത്തുവിട്ട ഒരു ദിവസമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ബി ജെ പി അതിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ബി ജെ പി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്താണ് ഇതിൽ ആദ്യ പ്രതികരണം നടത്തുന്നതെന്നും ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നത്, ഇതിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിക്കെതിരെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക, അതായത് തോൽവി ഭയന്ന് AK അഷ്റഫ് MLA-യും ഉൾപ്പെടെയുള്ളവരുടെ ഒരു സമരം, അതാണ് പ്രധാനമായി ഇന്ന് നടക്കുന്നത്. അതോടൊപ്പം ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അത് ഈ ദേശീയപാത അതോറിറ്റിയിലെ ചില ഉദ്യോഗസ്ഥരെയാണ്. അതായത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ദേശീയപാതയുമായി ബന്ധപ്പെട്ട പ്രവർത്തികളിൽ അപാകതയുണ്ട്, അവർക്കെതിരെ കേന്ദ്രം നടപടിയെടുത്തിട്ടുണ്ട്. ആ ഒരു വൈരാഗ്യം അതിൽ ഇങ്ങനെ ഒരു ടോൾ പ്ലാസ കുമ്പള സ്ഥാപിക്കുന്നതിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ടോൾ പിരിവിനെ ഒരു തരത്തിലും അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ നിലപാട് എടുക്കുന്നത്. അതോടൊപ്പം ഇങ്ങനെ ഒരു ചില ഉദ്യോഗസ്ഥരുടെ കേന്ദ്ര സർക്കാരിനെതിരെ തിരിക്കാൻ അങ്ങനെ ഒരു കാര്യമാണെന്ന് കൂടി ഈ ബി ജെ പി പറയുന്നുണ്ട്. അതോടൊപ്പമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ AK അഷ്റഫ് MLA, അതോടൊപ്പം CPM-ന്റെ ചില ആളുകൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് ഈ ഒരു ടോൾ പിരിവുമായി ബന്ധപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഇടപെടും. അത് കേന്ദ്രമന്ത്രിയെ കാണാനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ടോൾ പിരിവ് ഇവിടെ സ്ഥാപിക്കുന്നതിൽ പൂർണ്ണമായും എതിരാണ്. അതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന ഒരു വ്യക്തത കൂടി ഇപ്പോൾ വരുത്തുന്നുണ്ട്. ഏതായാലും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം വികസനം എന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനം കാസർഗോഡ് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ദേശീയപാത തന്നെയാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഈ 2 ഇടങ്ങളിലെ ഒന്നാം റീച്ച്, അതായത് തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള റീച്ച്, അത് പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയായി ദേശീയപാത അതോറിറ്റി കൈമാറിയ ഒരു ഘട്ടം കൂടിയുണ്ട്. ആ ഒരു വികസനം പ്രധാനമായും ആയിരിക്കും ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം. അതിന് മങ്ങലേൽപ്പിക്കുന്ന രീതിയിലാണ് ഈ ടോൾ പിരിവ് എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതിൽ കൃത്യമായി ശ്രീകാന്ത് വ്യക്തമാക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് ബി ജെ പിയെ കരിവാരിത്തേക്കാൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുമെന്നും പറയുന്നുണ്ട്. എന്നാൽ ബി ജെ പിയുടെ കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ വരുന്നു. അതോടൊപ്പം ഈ കാസർഗോഡും കൂടി A ക്ലാസ് മണ്ഡലമാണ്. 2 മണ്ഡലങ്ങളിലും ബി ജെ പി 2ാം സ്ഥാനത്താണ്. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ് മഞ്ചേശ്വരം. 89 വോട്ട്, കഴിഞ്ഞ തവണ 800 വോട്ട് മാത്രം വ്യത്യാസം. അങ്ങനെ ചെറിയ വ്യത്യാസത്തിൽ ഉള്ള ഒരു മണ്ഡലമാണ്. അവിടെ കൃത്യമായി പ്രവർത്തിച്ചാൽ, അതായത് ഇപ്പോഴേ തന്നെ പ്രവർത്തനമായി രംഗത്ത് വരാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെ സുരേന്ദ്രനും വരുന്നതോടുകൂടി ഈ ഒരു ടോൾ പിരിവുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തോതിൽ ചർച്ച ചെയ്യും. അത് പ്രതിസന്ധി ഉണ്ടാക്കും. പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനെയാണ് ഇതിൽ ഇപ്പോൾ ഒരു പ്രതികരണം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ആദ്യ പ്രതികരണമാണ്. ബി ജെ പി ഇത്രയും അക്രമ സമരങ്ങൾ ഉണ്ടായി, വലിയ തോതിൽ ഈ ടോൾ ബൂത്ത് അടിച്ചു പൊളിക്കുന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ LDF-ന്റെയും അതുപോലെ തന്നെ UDF-ന്റെയും MLA-മാർ ഉൾപ്പെടെ ഇതിൽ ശക്തമായ പ്രതികരണം, ബി ജെ പിക്കെതിരെ ഉൾപ്പെടെ ശക്തമായ പ്രതികരണമായി രംഗത്ത് വരുന്ന ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ് ബി ജെ പിയുടെ
പിയുടെ ഇപ്പോഴത്തെ പ്രതികരണം എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വിഷയത്തിൽ ടോൾ പിരിവിന് പൂർണ്ണമായും തങ്ങളെതിരാണ്. രണ്ടാമത്തെ റീച്ചായ ചെങ്കളെ ചാലിങ്കാലിൽ സ്ഥാപിക്കേണ്ട ഒരു ടോൾ ബൂത്താണ് താൽക്കാലികമായി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു കാര്യം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇതിൽ കോടതിയിൽ ഇങ്ങനെ ഒരു കോടതിയിൽ നിയമപരമായി പോയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു തടസ്സം ഇതിപ്പോൾ നേരിടുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിൽ ഇടപെട്ട് മാത്രമേ ഇത് പരിഹരിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്നലെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ സമരസമിതിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് എത്തിയത്. ന്യൂസ് 8 പ്രത്യേക അഭിമുഖം നൽകിയത്. അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്നത് ഈ സമരം അനാവശ്യമാണ്. ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ പുകഴ്ത്തിക്കൊണ്ടും അദ്ദേഹം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹം ന്യായമായ ആവശ്യങ്ങൾ അത് കൃത്യമായി പരിഗണിച്ചു തരുന്ന ആളാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ഈ മഞ്ചേശ്വരം മണ്ഡലങ്ങളിലൊക്കെ 5 മേൽനടപ്പാലമാണ് അനുവദിച്ച് നൽകിയത്. അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അത് നൽകി എന്ന രീതിയിലൊക്കെ അദ്ദേഹം പുകഴ്ത്തിയും ഇനിയും ഈ കേന്ദ്രമന്ത്രിയെ കാണേണ്ടതുണ്ട് ജനങ്ങളുടെ ആവശ്യത്തിനായി. അങ്ങനെ കാണുമ്പോൾ ഈ ഒരു കോലം കത്തിക്കുന്ന ഉൾപ്പെടെയുള്ള സമരത്തിന് ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ബിജെപിയുടെ നിലപാട് എന്നത് വളരെ പ്രധാനമാണ്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.